ഹായ് ഡിയർ മക്കൾസ്, വെൽക്കം ടു എജുപോർട്ട്. ഇറ്റ്സ് മീ അസ്ലം. മക്കളെ, നിങ്ങളെല്ലാവരുടെ ഉള്ളിലുണ്ടാവും ഇനി ക്രിസ്മസ് എക്സാം അടുത്തിരിക്കുകയാണ്, ഇനി അടുത്തത് എന്ത്? മക്കളെ, അതിനുള്ള സൊല്യൂഷൻസുമായിട്ടാണ് അസ്ലം സാറും എജുപോർട്ടും നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. മക്കളെ, അപ്പോൾ മാക്സിമം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് നന്നായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താവാം, എക്സാം മാർക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ പുതിയ രീതിയിലുള്ള സിലബസ് പ്രകാരം, മീൻസ് പുതിയ SCERT സിലബസിൻ്റെ പ്രകാരം, പുതിയ പാറ്റേൺ പ്രകാരമാണ് നിങ്ങൾക്ക് ഞാൻ ക്വസ്റ്റ്യൻ തരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക, സെറ്റാക്കി പോവുക. കൂടെ ഉണ്ട് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സം സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു മെറ്റൽസ് ആർ ഗിവൺ ബിലോ. അതായത് ചില ലോഹങ്ങളുടെ പ്രത്യേകതകൾ തന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ചില കാര്യങ്ങൾ തരും, ഒരു 3-4 ഓപ്ഷൻസ് തരും. ഇത് കറക്റ്റ് ആണോ കറക്റ്റ് അല്ലേ നമുക്ക് നോക്കാം. ആദ്യം ആ മെറ്റൽസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെ നമുക്ക് നോക്കാം. മെറ്റൽസിൻ്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുമ്പോൾ, മെറ്റൽസ് ആർ യൂസ്ഡ് ടു മേക്ക് ഇലക്ട്രിക് വയേഴ്സ്. മെറ്റൽസിനെ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ടടാ? ഇലക്ട്രിക് വയേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ എന്താ പറയുക? വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ ലോഹങ്ങൾ ഉപയോഗിക്കുന്നു. മാലബിലിറ്റി എന്ന സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് മെറ്റൽസിനെ ഇലക്ട്രിക് വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറഞ്ഞതാടാ? മാലബിലിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ മാലബിലിറ്റി എന്ന് പറഞ്ഞാൽ മെറ്റൽസിനെ എന്തായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്? ഇലക്ട്രിക് വയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് കറക്റ്റാണോ അല്ലേ എന്ന് നമുക്കറിയാം, നോക്കി നോക്കാം. അടുത്തത്, മെറ്റൽസ് ക്യാൻ ബി ഹാമേഡ് ഇൻ ടു തിൻ ഷീറ്റ്. ലോഹങ്ങളെ എന്ത് ചെയ്യാണ്? അടിച്ചു പരത്തി തകിടുകളാക്കി മാറ്റിയാലേ. ഈ ഒരു ഫീച്ചറിനാണ് എന്ത് വിളിക്കുക എന്ന് പറഞ്ഞത്? മാലബിലിറ്റി. അപ്പോൾ ഇതിന് രണ്ടിനും മാലബിലിറ്റി എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിൽ ഏതോ ഒന്ന് തെറ്റുണ്ട് അല്ലേ? രണ്ടും മാലബിലിറ്റി അല്ല. അപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞത് ഇലക്ട്രിക് വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡായിട്ട് പറഞ്ഞത് മെറ്റൽസിനെ ഹാമേഡ് ചെയ്യാം അല്ലെങ്കിൽ അടിച്ചു പരത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഏതാടാ മാലബിലിറ്റി എന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാം മാലബിലിറ്റി ഏതാണ്. മക്കളെ, ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അതിൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. മെറ്റൽസിനെ ഇലക്ട്രിക് വയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ വിളിക്കുന്നത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്നാണ്. എന്താ വിളിക്കുക? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താടാ? തെറ്റാണ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മെറ്റൽസിനെ എന്തായിട്ട് ഉപയോഗിക്കുക? ഹാമേഡ് എന്ന് പറയുമ്പോൾ എന്താടാ? ലോഹങ്ങളെ അടിച്ചു പരത്തി ഷീറ്റുകളാക്കുന്നതിനാണ് എന്ത് വിളിക്കടാ? മാലബിലിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ മാലബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ അടിച്ചു പരത്തുന്നതാണ് കേട്ടോ. അപ്പോൾ മാലബിലിറ്റി എന്ന് പറഞ്ഞത് എന്താടാ? ഈ ഹാമേഡ് ചെയ്യണതാണ്. ഒരിക്കലും ഇലക്ട്രിക് വയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താടാ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മലയാളത്തിൽ എന്താ പറയുക? വൈദ്യുത ചാലകത എന്ന് പറയും. എന്താ പറയുക? വൈദ്യുത ചാലകത. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താടാ? കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം കറക്റ്റ് എന്നാണ് പറഞ്ഞത്. അല്ല, അത് തെറ്റാണ്. അടുത്ത്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് റോങ്. അത് തെറ്റല്ലേടാ? സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണോ? അല്ല, സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് റോങ്, അതും തെറ്റാണ്. ഇനി സി നോക്കിയടാ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് റോങ്. മക്കളെ, ഏതാണ് കറക്റ്റ്? ആകപ്പാടെ ഹലാക്കിൻ്റെ ഔലിങ്ങഞ്ഞായി നിൽക്കരുത്. നിങ്ങൾക്ക് അറിയാം ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്. രണ്ടാമത്തതാണ് കറക്റ്റ് ആൻസർ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താടാ? തെറ്റാണ്. അപ്പോൾ ഇതിലൂടെ നോക്കടാ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. യെസ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്. സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് റോങ്. അത് കറക്റ്റാണ് അല്ലേ? അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. പക്ഷെ നിങ്ങൾ കൊടുക്കാൻ തന്ന ക്വസ്റ്റ്യൻ നോക്കടാ. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് റോങ്. അത് പെട്ടെന്ന് കാണുമ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഇതിൽ രണ്ടാമത്തതാണ് കറക്റ്റ്, ഒന്നാമത്തത് തെറ്റാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. ഇനി ലാസ്റ്റ് എന്താ? സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ റോങ്. അത് തെറ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ മക്കൾക്ക് കിട്ടിയില്ലേ? എന്താണ്? മെറ്റൽസിനെ ഹാമേഡ് ചെയ്യുക, അടിച്ചു പരത്തുന്നതിനാണ് മാലബിലിറ്റി എന്ന് പറയുക. അല്ലാതെ മെറ്റൽസിനെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അഥവാ വൈദ്യുതി കടത്തി വിടാനുള്ള കഴിവിനെ ഒരിക്കലും നിങ്ങൾ എന്ത് വിളിക്കരുത്? മാലബിലിറ്റി എന്നല്ല വിളിക്കുക. അതിനെ വിളിക്കണ പേരാടാ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അഥവാ വൈദ്യുത ചാലകത എന്ന് പറയും. മക്കൾക്ക് ക്ലിയർ അല്ലേ? അപ്പോൾ ഇതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വരും, മറന്നു പോകരുത്. എക്സാം അടിച്ചു പൊളിച്ച് ചെയ്തോട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഐഡൻറ്റിഫൈ ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ്. അതായത് ഐഡൻറ്റിഫൈ ദ പ്രോപ്പർട്ടി, താഴെ തന്നിരിക്കുന്ന പ്രോപ്പർട്ടിയെ എന്ത് ചെയ്യാൻ പറഞ്ഞാണ് അത് യൂട്ടിലൈസ് ചെയ്യുന്ന എന്തൊക്കെയാണ് നോക്കുക. മെറ്റൽ ഷീറ്റ്, അതായത് മലയാളത്തിലും പറയാം ചുവടെ നൽകിയിരിക്കുന്ന പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ലോഹങ്ങളുടെ സവിശേഷത കണ്ടെത്താനാണ് പറഞ്ഞത്. നോക്കടാ. മെറ്റൽ ഷീറ്റ്സ് ആർ യൂസ്ഡ് ടു കൺസ്ട്രക്ട് ദ റൂഫ് ഓഫ് ബിൽഡിങ്സ്. മക്കളെ, മെറ്റൽസിന് അഥവാ ലോഹങ്ങളെ കെട്ടിടത്തിൻ്റെ മേൽക്കൂര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. നിങ്ങൾ മെറ്റൽസിൻ്റെ ഷീറ്റ് കണ്ടില്ലേ? ആ മെറ്റലിൻ്റെ ഷീറ്റ് എന്തിനാണ് ഉപയോഗിക്കുക? മേൽക്കൂര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതെന്തിനാടാ മെറ്റൽ ഷീറ്റ് കൺസ്ട്രക്റ്റ്, അതായത് ഷീറ്റുകളായിട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ആ ഫീച്ചറിനെ വിളിക്കുന്ന പേരെന്താ?
അതിനെ വിളിക്കണ പേരടാ മാലിയബിലിറ്റി. എന്താടാ വിളിക്കുക? മാലിയബിലിറ്റി. അപ്പം മെറ്റൽസിനെ അടിച്ചു പരത്തി അല്ലെങ്കിൽ ഇങ്ങനെ ഷീറ്റുകൾ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾക്കറിയാം ആ ഷീറ്റ് എങ്ങനെ ഉണ്ടായതാ? അടിച്ചു പരത്തിയിട്ടാണ്. അങ്ങനെ അടിച്ചു പരത്തി കിട്ടിയ ഷീറ്റുകളെ നമ്മൾ എന്താടാ വിളിക്കുക? മാലിയബിലിറ്റി എന്നാണ് വിളിക്കുക. എന്നാൽ മക്കളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടങ്സ്റ്റൺ ഈസ് യൂസ്ഡ് ടു മേക്ക് ദ ഫിലമെൻറ്റ് ഇൻ ലൈറ്റ് ബൾബ്. ടങ്സ്റ്റൺ എന്ന മെറ്റൽ, അതായത് ടങ്സ്റ്റൺ എന്ന ലോഹം ബൾബിലെ ഫിലമെൻറ്റ് നിർമ്മിക്കാനാണ് ഉപയോഗിക്കുക. അപ്പോൾ ടങ്സ്റ്റൺ എന്ന് പറയുമ്പോൾ എൻ്റെ മക്കൾ ആലോചിക്കുക, ബൾബിൻ്റെ ഫിലമെൻറ്റിന് എന്താണ്? മെറ്റൽസിന് ഇതാണ്? വലിച്ചു നീട്ടിയതാ അല്ലേ? അപ്പം മെറ്റൽസിന് എങ്ങനെ വലിച്ചു നീട്ടിയ ഫീച്ചറിനെ വിളിക്കണ പേരാടാ എന്ത്? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞത്. എന്താടാ വിളിക്കുക? ഡക്റ്റിലിറ്റി. അപ്പോൾ രണ്ടിൻ്റെ ഫീച്ചർ എഴുതി ഞങ്ങൾക്ക് 2 മാർക്ക് കിട്ടി. അപ്പോൾ ഡക്റ്റിലിറ്റി ആണ് രണ്ടാമത്തത്. ഒന്നാമത്തെ എന്താടാ? മാലിയബിലിറ്റി. എന്തുകൊണ്ടാണ് മക്കളെ ഫസ്റ്റത്തെ മാലിയബിലിറ്റി എന്ന് പറഞ്ഞത്? അത് ഷീറ്റുകളായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ മെറ്റൽസിനെ ഹാമേഡ് ആക്കി വെച്ചതാണ്. അത് ഇങ്ങനെ ഷീറ്റുകളാക്കി മാറ്റുക. തിൻ വയർ ഷീറ്റ് അല്ലെങ്കിൽ തിൻ വയേഴ്സ് എന്നൊക്കെ കേൾക്കുമ്പോൾ അത് രണ്ടും മാറിപ്പോവരുത്. ഷീറ്റ് എന്ന് കേൾക്കുമ്പോൾ മാലിയബിലിറ്റി, തിൻ വയേഴ്സ് അല്ലെങ്കിൽ വലിച്ചു നീട്ടി എന്ന് കേൾക്കുമ്പോൾ എന്താടാ? ഡക്റ്റിലിറ്റി. അപ്പോൾ ഷീറ്റ് കൺസ്ട്രക്ഷനായിട്ട് റൂഫിങ് ബിൽഡിങ്സിലൊക്കെ ഉപയോഗിക്കണത് ഫീച്ചർ എന്ന് പറയുമ്പോൾ എന്താടാ? മാലിയബിലിറ്റി ആണ്. ഫിലമെൻറ്റ് ബൾബൊക്കെ ആയിട്ട് ഉപയോഗിക്കണം എന്താടാ? ഡക്റ്റിലിറ്റി ആണ്. മക്കൾക്ക് ക്ലിയർ അല്ലേ? പഠിച്ചു വേണം കേട്ടോ. ഇത് ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ലാസ്റ്റ് ഈ 2 ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് പറയാം. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് സെറ്റല്ലേ? മാക്സിമം ക്വസ്റ്റ്യൻസ് എന്താക്കുക? പ്രാക്ടീസ് ചെയ്യുക, സെറ്റാക്കി തരാം സംസാർ. നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഓർഡർ ദ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. എടാ അതിൻ്റെ കറക്റ്റ് ഓർഡറാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിൻ്റെ. അതായത് തന്നിരിക്കുന്ന മെറ്റൽസിനെ ഒരു ഓർഡർ കൊടുക്കാനാണ് പറഞ്ഞത്. ആരാ ഈ കൂട്ടത്തിൽ പെട്ടെന്ന് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന? ഇവിടെ കൊടുത്തത് അലൂമിനിയം, ഗോൾഡ്, കോപ്പർ, സിൽവർ. എൻ്റെ മക്കളെ നിങ്ങൾക്കറിയാം ഏറ്റവും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്? സിൽവറിനാണ്, വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ എന്ത് കടത്തിവിടാനുള്ള കഴിവ്? വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളവരൊക്കെ വരിക. അപ്പം എൻ്റെ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ, എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ വിച്ച് മെറ്റൽ ഈസ് ഹൈലി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് എൻ്റെ മക്കളോട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ കൊടുക്കണം ആരാടാ? അത് സിൽവറാണ്. അപ്പോൾ ഇതിൽ ആരാ സിൽവറോടെ ഫസ്റ്റ് വരുന്നത്? ഇവിടെ എയിൽ അലൂമിനിയാണ്, ബിയിൽ സിൽവർ. യെസ്, ഇവിടെ ഇതാ കിടക്കണം സിൽവർ. സിൽവറിനേക്കാളും റിയാക്ടിവിറ്റി കുറവാണ് ആർക്കടാ? കോപ്പർ. വേറെ എവിടെയും സിൽവർ ഇല്ലല്ലോ. അപ്പോൾ ബെസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് സിൽവറാണ്. പിന്നെ ആരാടാ വരിക? കോപ്പർ. പിന്നെ ആരാടാ വരിക? കോപ്പർ കഴിഞ്ഞാൽ പിന്നെ ആരാ വരിക? ഗോൾഡ്. പിന്നെ ആരാ വരിക? അലൂമിനിയം. മക്കളെ ഇത് മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓർഡറാണ് ഇതിൻ്റെ പോകേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താടാ? ബി ആണ്. ക്ലിയർ അല്ലേ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മെറ്റൽ ഈസ് കോമൺലി യൂസ്ഡ് ദ ഇലക്ട്രിക് വയർ ഇൻ ഹോംസ്. അതായത് നിങ്ങളെ വീട്ടിൽ ഇലക്ട്രിക് വയറായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ ഏതാണെന്നാണ് ചോദിച്ചത്. എടാ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് വയറായിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ അഥവാ ലോഹം ഏതാ? എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസ് സിൽവർ, അലൂമിനിയം, കോപ്പർ, ഗോൾഡ്. നിങ്ങൾക്കറിയാം ഗോൾഡൊന്നും നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കില്ല? ഇലക്ട്രിക് വയർ ആയിട്ട് ഉപയോഗിക്കുക, ഓർണമെൻറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ മറ്റാരുമല്ല, സിൽവറും അല്ല. ആരാണ് നമ്മളെ വീട്ടിലധികം ഉപയോഗിക്കുന്നത്? സി ആണ്, കോപ്പർ. സിൽവറാണ് ഏറ്റവും നല്ല കണ്ടക്ടറെങ്കിലും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് ആരാടാ? കോപ്പറാണ്. കോപ്പർ വയർ, ചെമ്പ് കമ്പി എന്ന് പറയും. ക്ലിയർ അല്ലേടാ? അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. എജുബോർഡ് ഉണ്ട് നിങ്ങളെ കൂടെ. അപ്പോൾ ഇനി പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ആരെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ കമൻറ്റിലുണ്ട് അതിൻ്റെ ലിങ്ക്. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചർ എൻ്റെ മക്കൾ മനസ്സിലാക്കണം. പ്രീ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുമ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ കഴിയട്ടെ. ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങളെ ഈ ആപ്പിൽ എല്ലാ രീതിയിലും നിങ്ങൾക്ക് പ്രീ ബൂസ്റ്റർ ബാച്ച് ആയതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ച് പുതിയ ക്വസ്റ്റ്യൻസും അഡീഷണൽ ക്വസ്റ്റ്യൻസും 1 ഷോട്ട് വീഡിയോസൊക്കെ കയ്യിലുണ്ടാവും. മാക്സിമം എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. വീഡിയോ ഒക്കെ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക. ഇനി കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക? ഫ്രണ്ട്സൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അവരോടൊക്കെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിക്കാൻ പറയുക. അവരും പഠിക്കട്ടേടാ. ഇനി പോകുന്നതിന് മുന്നേ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ആൻസർ കിട്ടുമോ നോക്കട്ടെ മക്കളെ. മാലിയബിലിറ്റി ഏറ്റവും കൂടിയ മെറ്റൽ ഏതാ? അത് ആൻസർ നിങ്ങൾ എൻ്റെ കമൻറ്റിൽ. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ഏതാണ്? മാലിയബിലിറ്റി ആർക്കാണ് കൂടുതൽ? എക്സാമ്പിൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഗോൾഡ്, അതുപോലെ തന്നെ സിൽവർ, അതുപോലെ തന്നെ അലൂമിനിയം, അതുപോലെ തന്നെ കോപ്പർ. ഇതിൽ ആർക്കാടാ ഏറ്റവും മാലിയബിലിറ്റി കൂടുതൽ? മാലിയബിലിറ്റി കൂടിയ മെറ്റൽ ഏതാണ്? അടിയിൽ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. മാക്സിമം മക്കൾസ് മാക്സിമം എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. ഇനി ആരെങ്കിലും, ഞാൻ വീണ്ടും പറയുന്നു, പ്രീ ബൂസ്റ്റർക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, സീ യുടാ.